guys, welcome back to my YouTube channel. Being Melvi. Yeah, being Melvi. നമ്മുടെ കോളേജിൽ ഓണപരിപാടിയാണ്. ഇപ്പം രാവിലത്തെ വടംവലിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും കൂടെ ഗേൾസ് ഹോസ്റ്റൽ വഴി ബോയ്സ് ഹോസ്റ്റലിലെ മെസ്സിൽ പോയി ഓണസദ്യ കഴിക്കാൻ പോവാണ്. ഏഷ്യയിലെ തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും നീളം കൂടിയ പാലത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇതിന് ഏഷ്യ വേൾഡ് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ആ പാലം. ഇത് നേരെ ഗേൾസ് ഹോസ്റ്റലിലോട്ടാണ്. ഇതങ്ങ് ദൂരെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ ഈ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് ആ കൂടി 4 തവണ ഇത് കൂടെ നടക്കാൻ നമുക്ക് ചാൻസ് കിട്ടത്തുള്ളൂ. ഇതിപ്പോ സെക്കൻഡ് ടൈമാണ് എൻ്റെ. നിയർലി ഒരു 500 മീറ്റേഴ്സ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. ഓണസദ്യയെ പറ്റി എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ട് ആൽബർട്ട്? കഴിഞ്ഞ വർഷത്തെ പോലെ നല്ലൊരു സദ്യ തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം സദ്യ തികയുന്നില്ലായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. ഈ പ്രാവശ്യം സദ്യ തികയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ആദ്യമേ തന്നെ പോവാണ്. 2-3 പായസം വേണമെന്നാണ്. അതെ. എല്ലാവർക്കും ഓണത്തെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് പറയാൻ? ഗൗതം, എന്താണ് ഓണത്തെ പറ്റി പറയാനുള്ള കോളേജിലെ? നല്ല ഓണമൊക്കെ ഇഷ്ടപ്പെട്ടോ? വടം വലിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? വടംവലി സൂപ്പറായിരുന്നു. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗേൾസ് ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഗേൾസ് ഹോസ്റ്റലിൽ മെസ്സിന് ബോയ്സ് ഹോസ്റ്റലിൽ മെസ്സിന് ചോറ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബോയ്സ് ഹോസ്റ്റലാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഇതുവഴി കയറി ബോയ്സ് ഹോസ്റ്റലിൻ്റെ മെസ്സിലോട്ട് ചെല്ലും. പക്ഷേ ഗേൾസ് ഹോസ്റ്റലിൽ മെസ്സിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ഗേൾസ് ഹോസ്റ്റലിൽ കാണാമായിരുന്നല്ലോ. പക്ഷേ അതിനുള്ള ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെസ്സിൻ്റെ അവിടെ വന്ന് കിച്ചണിൻ്റെ അവിടെ വന്നാക്കുവാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ബോയ്സ് ഹോസ്റ്റൽ. ഇതും ബോയ്സ് ഹോസ്റ്റലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഡൗൺ ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. ഇത് നമ്മുടെ കോളേജ്. പിന്നെ ഇവിടുത്തെ മലനിരകൾ എല്ലാം ഉണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ഭീമനാണ്. ഭീമനാണ് ഏറ്റവും ക്ലാസ്സിൽ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. നമ്മുടെ വടംവലിയുടെ രണ്ടാമത് ഇവരാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അറിയില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ എല്ലാരും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അമൽ ഇത് കോഴിക്കോട് അമല് AD എന്നാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ക്ലാസ്സിലെ മെയിൻ എന്ന് അറിയപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇനി ആരാളെ ഇനി ഇരിക്കുന്നതെല്ലാം നമ്മുടെ ക്ലാസ്സിലെ ഇത് എഡ്വിൻ വാ തുറന്നാ പോയി. പക്ഷെ ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണ്. ഈ കുട്ടിയും നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. പേരെന്തുവാ? ശ്രേയ എബി തന്നെയാണ് യൂട്യൂബ് ചാനൽ. എല്ലാവരും ഒന്ന് കയറി വീഡിയോ കാണുക, സബ്സ്ക്രൈബ് എനിക്കും ചെയ്യുക. മുസ്ലിം കോളേജിലെ ഓണത്തെ പറ്റി എന്തുണ്ട് പറയാൻ? നല്ല അഭിപ്രായം. വടംവലി ഞങ്ങൾ 4th ഇയേഴ്സ് ഡയറക്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വ്ലോഗ് അവസാനം കോമഡി ആവും. അങ്ങനെ നമ്മുടെ മെസ്സിലെത്തി. ഇതാണ് ചോറ്. കൂടെ എൻ്റെ ആൽബർട്ടും ഇവരുടെ അമ്മമാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു, ഉച്ചവർക്കവും കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീണ്ടും കോളേജിലോട്ട് പോവാണ്. അവിടെ എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലേ? അവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗെയിംസ് കഴിഞ്ഞെന്ന് അറിയത്തില്ല. 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിപ്പോൾ 3:30 ഒരു വലിയ പരിപാടിയാണ് അവിടെ. ഫോട്ടോഷൂട്ട്. ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഓണം എത്തേണ്ടി വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ നല്ല യൂണിറ്റി എന്നറിയാനായിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമുക്ക് ക്ലാസ് ഫോട്ടോ എടുക്കാമെന്ന് ഓർത്താൽ ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഭാഗ്യം എന്ന് പറയട്ടെ, ക്ലാസ് ഫോട്ടോ എടുക്കാൻ ആരും തന്നെ വന്നില്ല. അതൊരു ഭാഗ്യമല്ലേ ഒരു ക്ലാസ് ഫോട്ടോ കിട്ടുക എന്ന് പറഞ്ഞത്. 2 വർഷമായി. നമ്മുടെ ക്ലാസ്സിൽ ഒരു ക്ലാസ് ഫോട്ടോ എങ്കിലും ഉണ്ടോ? ടീം തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഒരു യൂണിറ്റ് ഇല്ല ക്ലാസ്സിന്. ഒരു താല്പര്യം ഇല്ലാത്ത എല്ലാവരും കൂടെ ഒരു ക്ലാസ്സിൽ നിന്ന് കയറി പോലത്തെ ഒരു ക്ലാസ്. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. നമ്മളിവിടെ തന്നെ ഇരിക്കുകയാണ്. My girls are curling, guys.
ഷാദിൻ പിന്നെ ഷാദിൻ പിന്നെ ഓണത്തെ പറ്റി എന്താ അഭിപ്രായം? നല്ല മടുത്ത് ഗൈസ്, നല്ലോണം മടുത്ത്. കോളേജിൽ ഓണമൊക്കെ ഇഷ്ടപ്പെട്ടോ? ചില ഭാഗങ്ങൾ മാത്രം. ഏത് ഭാഗങ്ങളായിരുന്നു? മോർണിംഗിൽ വടംവലിയൊക്കെ ഒന്ന് നൈസായിരുന്നു. നമ്മുടെ ക്ലാസ് വടംവലി മടുത്തു പോയില്ല ഉച്ച വരെ? അത് പിന്നെ മടുത്തു, ഓവറായി പോയി. ഒരു ദിവസത്തെ പരിപാടി മതി. സദ്യക്ക് നമ്മളവിടെ ഒരു 1.5 മണിക്കൂറോളം അവിടെ വായി നോക്കി നിന്നു. പക്ഷെ അത് അവർ തന്നില്ല. അതൊരു അവിടെ വേറെ ബഹളം. പായസം ഇഷ്ടപ്പെട്ട അരിപ്പായസം അല്ലേ? ഞാനൊരു പാലയുടെ ഒരു അടപ്രഥമ വരെ വിചാരിച്ചായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. ഫെബിൻ അങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഇതുപോലത്തെ ഒരു ഓണം അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും കൗൺസിലിൽ കയറി എക്സിക്കോം ആയോണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓണം ഇതിലും കളറാക്കാം. ഇല്ല, ഞാൻ അടുത്ത വർഷം ഇല്ല. കൗൺസിൽ 2 ദിവസം പരിപാടി ഒരിക്കലും പാടില്ല. സത്യം. കഴിഞ്ഞ പ്രാവശ്യം 1.5 ദിവസമായിരുന്നു. ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി 2 days ആയപ്പോഴത്തേക്കും ഭയങ്കര മടുപ്പാണ്. 1.5 ദിവസമല്ല, കഴിഞ്ഞ പ്രാവശ്യം 1 ദിവസം, ഉച്ച മുതൽ ഉച്ച വരെ. ആ ശരിയാ, വൈകുന്നേരം വടംവലി. ഇത് വടംവലി ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചപ്പോഴേക്കും എല്ലാവരും കണ്ടുകൊണ്ട് മടുത്തു. പിന്നെ ഗെയിംസ് ആണ് നമുക്ക് കൂടാൻ പറ്റിയില്ല. വേറെ നമുക്ക് 11 ദിവസം ലീവ് ഉണ്ട്. 11 ദിവസം ഉണ്ടോ? ആൽബർട്ടിന് അങ്ങനെ ഉണ്ടായിരുന്നു ഓണം? കുഴപ്പമില്ല, ഡിപ്പാർട്ട്മെന്റ് പോവാന്ന്. കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? ആ, നിങ്ങൾ ഓണം കഴിഞ്ഞല്ലോ. ഓക്കെ. ചിലപ്പോൾ നമ്മൾ മെസ്സിൽ പോവായിരിക്കും. കാരണം ഇന്ന് പിള്ളേരല്ലേ ഇവിടെ ആയതുകൊണ്ട്. മെസ്സിൽ ഇന്ന് പപ്സ 4 മണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറേ മിച്ചം വരുമായിരിക്കും. അപ്പോൾ പപ്സ് തിന്നാനായിട്ട് നമ്മൾ മെസ്സിലോട്ട് പോകാറുണ്ട്. ഗൈസ്, ഇപ്പം നമ്മൾ മെസ്സിൽ പോയി പപ്സ് കിട്ടുമെങ്കിൽ പപ്സ് തിന്നും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ചെല്ലുവാണ്. നാളെ പ്രൊസഷനുണ്ട്. അപ്പോൾ പ്രൊസഷൻ്റേതായ കുറച്ച് ഡെക്കറേഷൻ പരിപാടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോകും. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് വടംവലിയുടെ ഫൈനൽ കാണാൻ വന്നേക്കുവാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 44-45 ടീം അങ്ങോട്ട് തന്നെ ബോയ്സിൻ്റെ തന്നെ വടം വലിക്കാനുണ്ടായിരുന്നു. രാവിലെ 7:30 തുടങ്ങിയ വടംവലിയായിരുന്നു. ഇപ്പം സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിലെത്തിയ അതേ ടീം തന്നെയാണ് ഈ പ്രാവശ്യം ഫൈനലുള്ളത്. എല്ലാം 4th ഇയർസിൽ തന്നെ ചേട്ടന്മാരാണ്. നല്ല ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു എല്ലാം തന്നെ. ഞാൻ രാവിലെ തൊട്ടൊരു 10:30 വരെ ഈ വടംവലിയുടെ വോളണ്ടിയറിങ്ങിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വോളണ്ടിയറിങ്ങിന് നിൽക്കുന്ന ആൾക്കാർ വന്നപ്പോൾ പിന്നെ മാറി. അതുമാത്രമല്ല, നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് തലവേദനയും കൂടെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേൾസിൻ്റെ വടംവലിക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ 4th ഇയർസിലെ ചേച്ചിമാർക്ക് ഫസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർണിംഗ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൊസസ്സിനുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മാവേലി. അങ്ങനെ പ്രൊസസ്സിൻ്റെ ടൈം കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു ആന കിട്ടിയായിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ ഒരു ആനയുടെ കട്ടൗട്ട് കൊണ്ടുവന്നപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരാണെങ്കിൽ ഒരു ആനയെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. പക്ക ഒറിജിനാലിറ്റി ആയിരുന്നു. അതെനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആനയൊക്കെ കാണാൻ.
അപ്പോൾ പ്രൊസഷൻ്റെ ഫൈനൽ ഇവാലുവേഷനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരെന്തൊക്കെ ഐഡിയാസാണ് ഇൻക്ലൂഡ് ചെയ്തതെന്നും അവരുടെ തീമും ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ സ്റ്റേജ് വെച്ച് കാണിക്കണമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൾച്ചറൽ ഷോ. അവിടെ നിന്ന് ഓട്ടം തുള്ളൽ കളിക്കുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്.